നമ്മളെ ഇഷ്ടംപോലെ അച്ചാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ അങ്ങനെ പല രീതിയിലുള്ള വെറൈറ്റി അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ചക്കക്കുരു കൊണ്ടിട്ട് ഒരു അച്ചാർ. ചക്കക്കുരു നല്ലവണ്ണം ഞാനൊരു 10-35 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി ഒന്ന് സ്റ്റീമർ ഇഡലിക്കുട്ടം അടുപ്പിൽ ഇത് ഗ്യാസിൽ വെച്ചിട്ട് സ്റ്റീമറിൽ ഞാനൊന്ന് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് പോകണം. ഒന്ന് അവിച്ചെടുക്കണം. കാരണം ഒരു 75% ഇത് വേവണം, എന്നാലേ നമുക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റോളം നമ്മൾ ആവി കയറ്റി വേണം ഇത് എടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അത് അവിടെ ഇരുന്ന് പുഴുങ്ങട്ടെ. ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തുണ്ട് ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അച്ചാർ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത്രയാണേ. ഒരു ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇടാം. ശർക്കര ഞാൻ ഇത്രയും എടുത്തു. ഇത്രയും ആവശ്യമുണ്ടെങ്കിൽ പൊടിച്ച് നോക്കുമ്പോൾ ഇത്രയും ആവശ്യം വരത്തില്ല. ഇനി നമുക്ക് ചക്കക്കുരു എന്തായെന്നുള്ളത് നോക്കാം. ഒരു 75% ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ചെയ്യണ്ട, എങ്കിൽ അച്ചാർ ഇത് ഉരുണ്ടു പോവും, വെന്ത് ആയിപ്പോവും. അത്രയും വേണ്ട. ഒരു 75% വരെ നമുക്ക് ചക്കക്കുരു വെന്താൽ മതി. ഇതാണ്ടോ ഈ പരുവത്തിലാവുമ്പോൾ നമ്മൾ സ്റ്റീമർ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനതാ ഇങ്ങനെ 2-3 കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ചക്കക്കുരു ഇങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ അച്ചാറിടുന്നത് പോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഇച്ചിരി നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ, ഞാനിന്ന് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, ഇച്ചിരി കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരൽപ്പം ഉലുവ കൂടെ നമുക്കൊന്ന് ഇടാം. ഒരൽപ്പം ഉലുവ കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ഇതൊന്ന് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ടൊന്ന് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റണം. നല്ലവണ്ണം ഫ്രൈ ആയി വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമുക്ക് നല്ലവണ്ണം ഫ്രൈ ആയി വരണം. അതുവരെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് ഇതാണ്ടോ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല ഇത് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇതാണ്ടോ നല്ലവണ്ണം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരു ഇതിലോട്ടൊന്ന് തട്ടി ഒരു 2-3 മിനിറ്റ് ഇതും ഒന്ന് ഫ്രൈ ചെയ്യണം. ചക്കക്കുരു ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരണം. ഓക്കെ, ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി നമ്മൾ കുറച്ച് അത് ഫ്രൈ ആവുന്ന നേരം ഒരു കൂട്ടുണ്ടാക്കാം. കാശ്മീരി ചില്ലിപ്പൊടി, കായം, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന പുളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് നല്ലവണ്ണം പിഴിഞ്ഞ് പുളിയുടെ വെള്ളവും നമുക്ക് എടുത്തു വയ്ക്കാം. സാധാ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ പുളി ചേർക്കുന്നു. ഇനി നമ്മുടെ ചക്കക്കുരുവെല്ലാം നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇടാം. നമുക്ക് നോക്കാം. ഉപ്പ് കൂടി പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആദ്യം ഇട്ടിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് വീണ്ടും ഇടാം. ചക്കക്കുരുവൊക്കെ കണ്ടാൽ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ മസാലക്കൂട്ടെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പം നല്ലവണ്ണം എല്ലാ ചക്കക്കുരുവിലും എല്ലാം നല്ലവണ്ണം ഇതെല്ലാം പിടിച്ചു. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി അങ്ങോട്ടൊന്ന് ഒഴിക്കുവാണേ. കണ്ടോ, അപ്പോൾ നല്ല തിക്കായി വരുന്നുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ പുളിയുടെ കൂടെ വെള്ളം കൂടുതൽ ഒഴിക്കാം. അത് എങ്ങനെ വേണോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാണ്ടോ നല്ലവണ്ണം ഇതൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനം ഇടേണ്ട ശർക്കരയാണ്. ഞാൻ അതിൻ്റെ പകുതി ശർക്കരയെ ഇട്ടിട്ടുള്ളൂ, പൊടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല മധുരവും എരിവും പുളിപ്പും ഒക്കെ ഉള്ള അടിപൊളി ചക്കക്കുരു അച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. വെറുതെ കളയുന്ന ചക്കക്കുരു നിങ്ങളൊന്ന് ഇങ്ങനെ എടുത്ത്, വെറുതെ അല്ല, ഇപ്പം ലുലുവിലൊക്കെ 3000 രൂപയാണ് 1 കിലോ ചക്കക്കുരുവിന്. അപ്പോൾ ഈ കളയുന്ന ചക്കക്കുരു എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കുക. അടിപൊളി അച്ചാറാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് ഇത് കഴിക്കാം. ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ഇട്ടാൽ മതി. കാരണം ചക്കക്കുരു ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം വരുവാണെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ഇടുക. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.